കണവത്തോരൻ കൂട്ടി ഒരു ഊണ് ആയാലോ? ചെറുതായി അരിഞ്ഞ കണവയിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, ഗരം മസാല, ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഒരു 15 മിനിറ്റ് കണവ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും അരപ്പ് റെഡിയാക്കാം. തേങ്ങ, ഉള്ളി, മഞ്ഞൾപ്പൊടി എന്നിവ നല്ലപോലെ ചതച്ചെടുക്കുക. ചതച്ചതിന് ശേഷം വെന്ത കണവയിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കുക. അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഇറക്കി വെക്കാം. കണവത്തോരൻ റെഡി. ഇനി ഒരു കണവ ഫ്രൈ ആയാലോ? ചെറുതായി അരിഞ്ഞ കണവയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കറിവേപ്പില, ഉപ്പ്, ആവശ്യമെങ്കിൽ കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി വെക്കുക. ഇളക്കി വെച്ചതിന് ശേഷം 15 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ചൂട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ കണവ ഫ്രൈയും റെഡി. ഇനി ചൂട് ചോറിലേക്ക് തയ്യാറാക്കി വെച്ച കണവത്തോരനും തലേ ദിവസത്തെ ചൂരക്കറിയും അതിനൊപ്പം കണവ ഫ്രൈയും നാരങ്ങ അച്ചാറും കൂട്ടി നമുക്കൊരു പിടി പിടിക്കാം.